അപ്പോൾ ആഗോള സ്വർണ്ണ വിപണിക്കൊപ്പം നീങ്ങിയതോടെ സംസ്ഥാനത്ത് ഒരു ദിവസം കൊണ്ട് ഒരു പവന്റെ വിലയിലുണ്ടായത് 2200 രൂപയുടെ വർധനയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പവന് 74,000 രൂപ കടക്കുന്നത്. ടാരിഫ് തർക്കങ്ങളും പശ്ചിമേഷ്യൻ സംഘർഷവുമാണ് സ്വർണ്ണ വിലയിലെ കുതിപ്പിന് കാരണം. താരിഫ് നയങ്ങളുണ്ടാക്കിയ കോളിളക്കങ്ങളിൽ നിക്ഷേപകർ ആശ്വാസം കണ്ടെത്തിയത് മഞ്ഞലോഹത്തിലാണ്. കഴിഞ്ഞ ദിവസം രാജ്യാന്തര വിപണിയിൽ ഒരു ഔൺസിന് $3,485. വെറും 12 ദിവസം കൊണ്ട് ഔൺസിന് കൂടിയത് $560. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് $3,500 കടക്കുമെന്ന സൂചനയും വന്നു. ഇതോടെ ഇന്ത്യൻ വിപണിയിലും സമാനമായ കുതിപ്പുണ്ടായി. സംസ്ഥാനത്ത് ഒരു പവന്റെ വില 3,00,000-ലേക്ക് നീങ്ങുകയാണ്. ഇന്ന് ഒറ്റയടിക്ക് പവന് 2,200 രൂപ കൂടി 74,320 രൂപയിലും ഗ്രാമിന് 275 രൂപ കൂടി 9,290 രൂപയിലുമെത്തി. ഒരു പവന് 74,320 രൂപയാണെങ്കിലും ഒരു പവൻ ആഭരണ രൂപത്തിൽ ലഭിക്കാൻ പണിക്കൂലിയും GSTയും ചേർത്ത് 80,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. വിലക്കയറ്റം വിവാഹ പാർട്ടികളെ വലയ്ക്കുന്നുണ്ടെങ്കിലും സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്ക് മികച്ച റിട്ടേൺ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒരു പവൻ വാങ്ങിയയാൾക്ക് ഈ വർഷം കിട്ടിയത് 20,000-ലേറെ രൂപയുടെ ലാഭമാണ്. വരും ദിവസങ്ങളിൽ സ്വർണവില വീണ്ടും ഉയരാനാണ് സാധ്യതയെന്ന് വ്യാപാരികൾ പറയുന്നു. ബിസിനസ് ഡെസ്ക് 24. അപ്പോൾ സ്വർണ്ണവില പവന് 3,00,000-ഓട് അടുക്കുകയാണ്. ഇപ്പോൾ സമയം 4:32 നമ്മൾ 3 പേരായിരുന്നു എടുത്ത്. ഇപ്പോൾ ഒരാളും കൂടെ വന്നിരിക്കുന്നു, സോന ജെറി, കേൾവി വരുന്നതിനെ സഹായിക്കാൻ. സോന, വെൽക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്വർണ്ണവിലയെ പറ്റിയാണ്. ഒരു പവന് 3,00,000-ഓട് അടുക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ കാണുന്നു എന്ന് നോക്കാം ചില പ്രതികരണങ്ങളിലേക്ക്. എന്താ ചെയ്യുക, എങ്ങനെയാകുമ്പോൾ കുട്ടികളെ പറഞ്ഞയക്കാനൊന്നും പറ്റൂല്ലോ. ഇനി പണമായിട്ട് കൊടുക്കുക, സ്വർണം വേണ്ട, അതാണ് തീരുമാനിച്ചതല്ല. അതെന്ത് ചെയ്യൂ, നമ്മളെ പോലുള്ളവർക്ക് അങ്ങനെ എത്രയെങ്കിലും കൊടുക്കാനും ഒന്നും പറ്റൂലല്ലോ. എങ്ങനെ കൂടിപ്പോയാൽ നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാർ എങ്ങനെ വാങ്ങിക്കുന്നത്? എങ്ങനെ വാങ്ങിക്കും നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ? സാധാരണക്കാർക്ക് ഭയങ്കര പ്രശ്നം തന്നെയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ളവർക്ക്. എന്താ വെച്ചാൽ സ്വർണത്തിന് പകരം വെക്കാനൊന്നുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്.